ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. വളരെ എളുപ്പമാണിത് തയ്യാറാക്കിയെടുക്കാനും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ശർക്കര പാനിയാക്കിയെടുക്കാം. ഇതുപോലെ ശർക്കര ഒന്ന് അലിഞ്ഞ് തിളപ്പിച്ചെടുത്താൽ മതിയാകും. ഒരു നൂൽപ്പരുവാകണ്ട. ഇനി ഇത് തണുപ്പിക്കാനായിട്ട് ഒന്ന് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് ഞാൻ ഇവിടെ 1/2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ബേക്കിംഗ് സോഡ ഓപ്ഷണൽ അല്ല, ഇത് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. ഇനി ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് തൈര് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. തൈരും ബേക്കിംഗ് സോഡയും കൂടി നല്ല പോലെ ഒന്ന് മിക്സായി വന്നു കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനി ഒന്ന് തണുത്തതിന് ശേഷം വേണം ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കണം. ശർക്കരപ്പാനിയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ ശർക്കരപ്പാനി തൈരും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 പാർട്ടായിട്ടോ ഒന്നിച്ചോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നിച്ച് തന്നെ അങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാനിത് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പലഹാരം ആയതുകൊണ്ടാണ് 1 കപ്പ് മൈദ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുത്തത്. ഇനി ഇതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ അപ്പോൾ 1 കപ്പ് മൈദ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പോലെ സോഫ്റ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ വിസ്ക് വേണമെന്നൊന്നുമില്ല, ഒരു തവിയോ സ്പൂൺ ആയാലും മതി, അല്ലെങ്കിൽ കൈ വെച്ചിട്ടായാലും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാനിത് കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടോ, ഞാനിപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് കുറച്ചൊന്ന് ലൂസായ പോലെ തോന്നിക്കൊണ്ട് ഞാനൊരു 1/4 കപ്പ് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഇതുപോലെ കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ ഒത്തിരി ലൂസായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ എടുക്കുന്ന ആ തൈരിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ശർക്കരപ്പാനി കുറച്ചും കൂടി ഒന്ന് ലൂസായി പോയെങ്കിലോ ഒക്കെ ഇതുപോലെ സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇതുപോലെ കൈവച്ചിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ ലൂസായിട്ട് തോന്നുവാണെങ്കിൽ ഇതുപോലെ കുറച്ച് പൊടി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. കുറച്ച് തിക്കായിട്ടാണ് നമ്മുടെ ബാറ്റർ വേണ്ടിയത്. കണ്ടത് ഈ ഒരു പരുവത്തിലൊന്ന് കുഴഞ്ഞ പരുവാണ് വേണ്ടിയത്. ഇനി ഇത് കൈ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് സമയം നല്ല പോലെ ഒന്ന് അടിച്ച് സോഫ്റ്റാക്കി എടുക്കണം. നമ്മുടെ പലഹാരം നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇതുപോലെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി ഒന്ന് അടച്ച് ഒരു 1/2 മണിക്കൂർ സമയമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം ഞാൻ എന്താ ഒരു 1/2 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. ഇതാ കണ്ടോ, നമ്മുടെ ബാറ്റർ കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർത്ത് ലൂസാക്കി എടുക്കേണ്ട, ഈ ഒരു പരുവത്തിൽ തന്നെ എടുത്താൽ മതിയാകും. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടിയത്. നമ്മളിത് പിഴിഞ്ഞിടാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇനി ഇത് നല്ലപോലെ ചൂടായ എണ്ണയിലോട്ട്, നല്ലപോലെ ചൂടായ എണ്ണയല്ല, ചെറുതായിട്ടൊന്ന് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കാരണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അപ്പോഴത്തേക്കും ആദ്യം ഇട്ട് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇട്ട് വരുമ്പോഴേക്കും നമ്മുടെ എണ്ണയും ആവശ്യത്തിന് ചൂടായിട്ടുണ്ടാകും. ഇപ്പോൾ അതാ ഞാൻ ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇത് കണ്ടോ, ഇതുപോലെ ഒരു സൈഡൊന്ന് ബ്രൗൺ കളറായി വന്നു കഴിയുമ്പോൾ മറു സൈഡ് കൂടി ഇട്ട് കൊടുക്കാം. എണ്ണയിലിട്ട് ഇത് ഫ്രൈ ആയി വരുന്നതനുസരിച്ച് ഇത് കുറച്ചും കൂടി ഒന്ന് വീർത്ത് നല്ലപോലെ ഒരു ബോൾ പോലെ ആയി വരുന്നതാണ്. ഇതുപോലെ എല്ലാം ഒന്ന് മറിച്ചിട്ടും കൂടി കൊടുക്കാം. തനിയെ ചിലതൊക്കെ മറിഞ്ഞു വരും, ചിലതൊന്നും മറിഞ്ഞു വരത്തില്ല. അങ്ങനെയുള്ളതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് മറു സൈഡും കൂടി നല്ലപോലെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കാം. നമുക്ക് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ. ലോ ഫ്ലെയിമിലിട്ട് വെച്ച് വേണം നല്ലപോലെ ഇതൊന്ന് മൊരിയിച്ചെടുക്കാനായിട്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് വരണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം. ഇപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചു വിട്ട് എല്ലാ സൈഡും നല്ലൊരു ബ്രൗൺ കളറായി വരുന്നവരെ ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ സ്വീറ്റ് ബോണ്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇവിടെ ഞാൻ മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. നല്ലൊരു ബ്രൗൺ കളറായി വന്നു കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. ഒട്ടും എണ്ണ കുടിക്കാത്ത ഒരു പലഹാരമാണിത് കേട്ടോ. ഒട്ടും എണ്ണയൊന്നും കുടിക്കത്തില്ല. ഇതുപോലെ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ചായയൊക്കെ റെഡി ആകുമ്പോഴേക്കും നമുക്കിത് ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം. മുഴുവൻ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ആയിരിക്കും ഉണ്ടാവുക. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.